ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ സിംഗിൾ ബെഞ്ച് പറഞ്ഞ നിരീക്ഷണമല്ല. ഈ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട് നടത്തുന്ന രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ മേൽനോട്ടം വഹിക്കുന്ന ആ ബെഞ്ച് പറഞ്ഞ കാര്യമാണ് തൃപ്തി ഈ അന്വേഷണത്തിലെന്ന്. അതല്ലേ പരിഗണിക്കേണ്ടത് റോണി കെ ബേബി? അപ്പോൾ എന്താണ് നിങ്ങളുടെ താല്പര്യം? സത്യാവസ്ഥ പുറത്തു വരണ്ട എന്നാണോ? ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെ കൃത്യമായി കണ്ടുപിടിക്കുകയും ആ സ്വർണം വീണ്ടെടുക്കുകയും ചെയ്യണമെന്ന സർക്കാരിൻ്റെ ഇഷ്ടവും ആവശ്യവും അല്ലേ നിങ്ങൾക്കുള്ളത്? ഇതിൽ മീൻ പിടിക്കലാണോ നിങ്ങളുടെ ഉദ്ദേശം റോണി കെ ബേബി? ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നുള്ള നിരീക്ഷണങ്ങളും മേൽനോട്ടങ്ങളും വഹിക്കുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചല്ല. സിംഗിൾ ബെഞ്ച് ഒരാളുടെ ജാമ്യ ഹർജി തള്ളിക്കളഞ്ഞാൽ നമുക്ക് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവാം, ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോവാം. പക്ഷേ എന്താണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ അതിൽ ഫാക്ച്വൽ എറർ ഉണ്ട്. താങ്കൾ പറഞ്ഞാൽ ഫാക്ച്വൽ എറർ ഉണ്ട്. ഈ രണ്ടംഗ ഡിവിഷൻ രണ്ടംഗ ബെഞ്ചാണ് ഈ കാര്യത്തിൽ മേൽനോട്ടം വഹിച്ച് മുമ്പോട്ട് പോകുന്നത്. അവർ ഈ വിഷയം SIT സീൽ ചെയ്ത കവറിൽ ഇടക്കാല റിപ്പോർട്ട് നൽകുമ്പോൾ, സീൽ ചെയ്ത കവർ നൽകുമ്പോൾ അവർ ആ വിഷയം പരിഗണിച്ചിട്ട് അതിൽ തൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. ഒന്ന്. രണ്ട്, തൃപ്തി ഉള്ളതുകൊണ്ടാണല്ലോ സ്വാഭാവികമായും SITയുടെ ഉപഹർജിയിൽ ഇത്തരത്തിൽ ആ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ അനുമതി നൽകുന്നത് റോണി കെ ബേബി. എന്തിനാണ് ഈ വസ്തുതാവിരുദ്ധമായി കാര്യങ്ങളെ കാണുന്നത്? അടൂർ പ്രകാശ് ആരെയും ചോദ്യം ചെയ്തോട്ടെ, എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ വളരെ കൃത്യമായി അങ്ങ് പറഞ്ഞത് ഹൈക്കോടതിയുടെ ഇപ്പോൾ പറഞ്ഞ ബെഞ്ചിന്റെ റിട്ടൺ സ്റ്റേറ്റ്മെന്റ്, റിട്ടൺ ആയിട്ടുള്ള ജഡ്ജ്മെന്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞത്. ഈ റിട്ടൺ ജഡ്ജ്മെന്റിൽ പറയാത്ത ഹൈക്കോടതി വാക്കാൽ പറഞ്ഞ ചില നിരീക്ഷണങ്ങളുണ്ട്. ആ നിരീക്ഷണങ്ങൾ അവർ എന്താണ് പറഞ്ഞതെന്ന് അങ്ങേക്കറിയാം. എന്താണ് ഇതിന് വേഗം സിംഗിൾ ബെഞ്ച് പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ പറഞ്ഞ ചില നിരീക്ഷണങ്ങളാണ്. അവിടെ ചുരുങ്ങിയ മെറിറ്റ് മാത്രമേ ഉള്ളൂ. വിശാലമായി കേസിന്റെ ഒന്നാകെ സമഗ്രമായ മെറിറ്റ് മുമ്പിലുള്ള ഡിവിഷൻ ബെഞ്ച്, രണ്ടംഗ കോടതി രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ കാര്യം, ഇതിൽ മേൽനോട്ടം വഹിക്കുന്ന കോടതി പറഞ്ഞ കാര്യം, കോടതിയുടെ ബെഞ്ച് പറഞ്ഞ കാര്യം ഈ അന്വേഷണത്തിൽ തൃപ്തി എന്നാണ് റോണി കെ ബേബി. അതുകൊണ്ടാണ് ഹൈക്കോടതി അനുമതി നൽകുന്നത്. എന്തിന്? അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ. ആ അന്വേഷണത്തെ വിപുലീകരിക്കാനുള്ള ഉപഹർജി നൽകിയ SIT ആണെന്നേ. നമുക്ക് ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യാം. എന്താണ് റോണി കെ ബേബി യഥാർത്ഥ പ്രശ്നം? അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണോ? ഞാൻ പറയട്ടെ, ഈ അന്തിമ റിപ്പോർട്ട് SIT നൽകാനായിട്ട് ജനുവരി ആദ്യത്തെ ആഴ്ച വരെ സമയം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നൽകാൻ പോകുന്ന നിരീക്ഷണം എന്നാണെന്നുള്ളത് നമുക്ക് അന്നേരം വളരെ വ്യക്തമായിട്ട് അറിയാം. കേരള ഹൈക്കോടതി തന്നെ കേൾക്കാനിരിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, ഈ കേസിന്റെ പല ഘട്ടങ്ങളിലും ഈ കേസിന്റെ മെല്ലപ്പോക്കിൽ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്ന ആ വേഗത കുറവിനെ കുറിച്ച്, അത് സിംഗിൾ ബെഞ്ച് ആയിക്കോട്ടെ, അല്ല ഡിവിഷൻ ബെഞ്ച് ആയിക്കോട്ടെ, ദേവസ്വം ബെഞ്ച് ആയിക്കോട്ടെ, ഏത് ബെഞ്ചും ആയിക്കോട്ടെ, ഹൈക്കോടതിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആ പ്ലാറ്റ്ഫോമിൽ കൃത്യമായി തന്നെ നിരീക്ഷണം വന്നിട്ടുണ്ട്. ഉദ്ദേശിക്കുന്ന വേഗതയിലല്ല കേസ് പോകുന്നത്. ഇപ്പോൾ തന്നെ പറയുന്നു, 2 ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കാൻ വേണ്ടി അത് അന്വേഷണ സംഘം വിപുലീകരിച്ചു. ഞങ്ങൾക്ക് കൃത്യമായ അതിനകത്ത് ആക്ഷേപമുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായ ആരോപണമുണ്ട്. കാരണം ഈ കേസ് അട്ടിമറിക്കും. കാരണം ഇവിടെ സർക്കാരിനും CPM-നും സേഫ് ആകണം. അന്വേഷണ സംഘത്തിന് മേൽ എന്ത് ആരോപണം വന്നാലും അത് സർക്കാരിന്റെ പ്രശ്നമല്ല. അപ്പോൾ സർക്കാരിന് പറയാം, ഞങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള അന്വേഷണ സംഘമല്ല, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണ സംഘമാണെന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുക്കാം. പക്ഷെ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണമെന്ന് പോലുമുള്ള ആവശ്യം ഈ 2 പുതിയ ഉദ്യോഗസ്ഥന്മാരെ അവിടേക്ക് കുത്തിക്കയറ്റിയിരിക്കുന്നത്, തിരികെ കയറ്റിയിരിക്കുന്നത്, അതുപോലും അതൊക്കെ കൃത്യമായി തന്നെ CPM-ന്റെ ഫ്രാക്ഷനിലുള്ള 2 ഉദ്യോഗസ്ഥരെയാണ്. കൃത്യമായി അതിന് വിശദാംശം അറിയാം. അങ്ങനെ ഞങ്ങൾക്കൊന്നും ഇതൊന്നും അറിയത്തില്ല എന്നൊന്നും പിന്നെ ഇവിടുത്തെ ഭരണപക്ഷവും CPM-ഉം കൈനേറ്റീവ് ഒന്നും വിചാരിക്കേണ്ട. ഈ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെന്താണെന്നും ആ ഉദ്യോഗസ്ഥന്മാരുടെ പേര് സഹിതം അതായത് ഈ അന്വേഷണത്തിൽ തങ്ങൾക്ക് തൃപ്തിയാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണത്തിൽ ഇതുവരെ പരിഭവങ്ങളില്ല. ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്നത് അതിൻ്റെ വിശാല അർത്ഥത്തിൽ പരിഗണിക്കുള്ളൂ. കാരണം വിദേശത്തേക്കൊക്കെ കടത്തുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉള്ള ഘട്ടത്തിൽ അപ്പോൾ ഒരു ഉന്നത ഏജൻസി അന്വേഷിക്കണം. പക്ഷേ ഇപ്പോഴത്തെ SITയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഒരു പരിഭവവുമില്ല എന്ന് പറഞ്ഞത് പ്രതിപക്ഷത്തെ നേതാക്കന്മാരാണ്, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ. റോണി കെ ബേബി എന്താണ് ഈ പറയുന്നത്? ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഒരു സ്റ്റേജ് വരെ കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഈ അന്വേഷണത്തിൽ കോൺഗ്രസിന് തൃപ്തിയില്ലേ? അത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന, കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാനുള്ള പരിമിതികളുണ്ട്. പക്ഷേ ഓപ്പൺ ആയിട്ട് എന്നിട്ട് എന്തിനാണ് ഇന്നലെ SITയുടെ ചോദ്യം ചെയ്യുന്ന തിരുവനന്തപുരത്തെ ആ ബിൽഡിങ്ങിലേക്ക് എന്തിനാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധ മാർച്ച് നടത്തിയത്? നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഈ അന്വേഷണത്തിൽ തൃപ്തിയാണ്. കാരണം കോടതി മേൽനോട്ടമുണ്ട്, ഈ കാര്യങ്ങൾ അങ്ങനെ പുരോഗമിക്കട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്ന പ്രതിപക്ഷ നേതാക്കൾ, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ
ഉള്ളപ്പോൾ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് SITയുടെ ആസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ SITയുടെ ഈ ഡി മണിയെയൊക്കെ ചോദ്യം ചെയ്യുന്ന അവിടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് എന്തിനാണ്? അപ്പോൾ അടൂർ പ്രകാശിനെ വിളിക്കുമ്പോഴാണോ നിങ്ങൾക്ക് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഈ അന്വേഷണത്തിൽ ഇപ്പോൾ അസ്വാരസ്യം തോന്നുന്നത്? അങ്ങ് എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കണം. ഞാനിവിടെ കൃത്യമായി പറഞ്ഞോട്ടെ, ഈ കേസിന്റെ ഒരു ഘട്ടം വരെ ഞങ്ങൾക്ക് പൂർണ്ണമായി തൃപ്തി ഉണ്ടായിരുന്നു ആദ്യ ഘട്ടത്തിൽ. പക്ഷേ ഏത് ഘട്ടത്തിലാണ് തൃപ്തി പോകുന്നത്? കാരണം ഞാൻ കൃത്യമായി പറയട്ടെ, കാരണം ഇത് CPM-ന്റെ ആണോ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഇതെന്താ എന്തുകൊണ്ടാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇത്രയും നീട്ടിക്കൊണ്ടുപോയത്? കാരണം പഞ്ചായത്ത് ഇലക്ഷന് മുന്നേ കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ CPM-ന് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകും. നിങ്ങൾ അതുകൊണ്ടാണ് ആഴ്ചകൾ നീട്ടി. എന്താണ് റോണി കെ ബേബി ഇങ്ങനെ പറയുന്നത്? കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ എങ്ങനെയാണ് CPIM ഇടപെടാനാകുന്നത്? കാരണം എൻ വാസുവിനെ പത്മകുമാറിനെയും SIT എങ്കിൽ റോണി കെ ബേബി പറഞ്ഞതിൽ ഒരു ഫാക്ച്വൽ എറർ കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യഘട്ടത്തിൽ നിയമസഭയിലടക്കം പ്രതിപക്ഷത്തിന് ഇത്തരത്തിൽ SITയുടെ ഒരു അന്വേഷണത്തോട് താല്പര്യമില്ലായിരുന്നു. CBI കേന്ദ്രത്തിൽ മോദിയുടെ CBI വരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിലാണ് SIT നടക്കുന്നതെന്ന് അറിയുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് കോൺഗ്രസ് ഈ അർത്ഥത്തിലേക്ക് ഇതിനെ സ്വാഗതം ചെയ്യുന്നത്. ഇപ്പോഴും ഇതുവരെ കോടതി അടക്കം തൃപ്തി പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഈ അന്വേഷണം ഇങ്ങനെ പോകട്ടെ, SIT അന്വേഷിക്കട്ടെ എന്ന് തന്നെയായിരുന്നു ഇന്നലെ വരെ നിങ്ങളുടെ നേതാക്കളുടെയും കോൺഗ്രസിൻ്റെ അഭിപ്രായം. ഇന്ന് മാറുന്നത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ടാകാം. ഞാൻ മറ്റുള്ള അതികളിലേക്കൊന്ന് പോവുകയാണ്. അത് CPM-ന്റെ കൈരളിയുടെ മാത്രം ഭാഷ്യമാണ് എന്നുകൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നു. താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് ഞാൻ മറുമൊഴിയായി ക്രോഡീകരിച്ചത്. കാരണം ഞാനത് ക്രോഡീകരിക്കുക മാത്രമാണ്. എന്റെ നിലപാട് വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു. അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുക, എനിക്കത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ല, താങ്കൾ ഇത്രയും നേരം സംസാരിച്ചു, അതിൽ വന്ന സംശയങ്ങൾ മാത്രമാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ അതിന്റെ സംശയം താങ്കൾക്ക് അറിയാവുന്ന രീതിയിൽ അത് റിവീൽ ചെയ്യുകയും ചെയ്തു. എനിക്കൊരു 30 സെക്കൻഡ് അങ്ങ് ഞാൻ ക്രോഡീകരിച്ചു. പറയൂ. കാരണം ഈ കേസിൽ ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങളും കേരളത്തിലെ മലയാളികൾക്ക് മുഴുവൻ അറിയാം. ആദ്യം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരുന്നു, നിസ്സാരമായി കണ്ടു. അതിനുശേഷമാണ് ദേവസ്വം ബോർഡ് മുഴുവൻ CPM-ന് മുഴുവൻ നേതാക്കൾ അടങ്ങുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അകത്തുപോയി. CPM-ന് ഇനിയും അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ മുതിർന്ന നേതാക്കൾ അകത്തു പോകുമെന്ന് മനസ്സിലായപ്പോൾ SIT സ്വാധീനിക്കാൻ ശ്രമിച്ചു. കോടതിയുടെ മേൽനോട്ടത്തിൽ SIT സ്വാധീനിക്കാൻ ശ്രമിച്ചു അല്ലേ? കാരണം പോലീസ് ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ പിന്നെ കേരള സർക്കാരിന്റെ അല്ലേ, ഹൈക്കോടതി. താങ്കളുടെ വാദം ക്ലിയർ ആണ്.